ഐറ്റിയിലാണ് 4.76 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രികാ സമർപ്പണത്തിന് എത്തിയിട്ടുണ്ട്. തത്സമയം भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസി മണ്ഡലത്തിലാണ് നരേന്ദ്രമോദി ജനവിധി തേടുന്നത്. ഗംഗാ നദിയിൽ സ്നാനം നടത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി അസിഗഡ് സന്ദർശിച്ചു. അതിനു പിന്നാലെ വാരാണസിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഭരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിക്കൊപ്പമുണ്ട്. दामोदर मोदी लोकसभा में स्थान करने के लिए अभ्यर्थी के रूप में नाम निर्देशित हुआ। ईश्वर की शपथ लेता हूं, सत्यनिष्ठा से प्रतिज्ञा करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान प्रति सच्ची श्रद्धा और निष्ठा रखूंगा और मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നരേന്ദ്രമോദി സമർപ്പിച്ചിരിക്കുന്നു. വാരാണസി മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്നത്. ഗംഗാ നദിയിൽ സ്നാനം നടത്തി അസിഗഡ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് മോദി വാരാണസിയിലെത്തുന്നത്. പത്രികാ സമർപ്പണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒന്നിച്ചുണ്ടായിരുന്നു മോദിക്കൊപ്പം. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണയും നരേന്ദ്രമോദിയും BJPയും NDA മുന്നണിയും ഉള്ളത്. ഇത് 3ാം തവണയാണ് വാരാണസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം വലിയൊരു പരിപാടിയാക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. വൻ പരിപാടിയാക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. BJP മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും തുടങ്ങിയവരും മോദിയെ അനുഗമിക്കും. ഇതിന് പിന്നാലെ നാഷണൽ ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണനുണ്ട്. ഉണ്ണി, തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണയും BJPയും മോദിയും ഉള്ളത്. വാരാണസിയിൽ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തുളസി, പ്രധാനമന്ത്രി വാരണാസിയിൽ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് 3ാം തവണയാണ് അദ്ദേഹം വാരണാസിയിൽ നിന്ന് ജനവിധി തേടുന്നത്. എന്തായാലും വലിയൊരു പരിപാടി തന്നെയാണ് BJP ഇതിലൂടെ ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി തന്നെ നടത്തിയത്. ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് അസിഗഡ് സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു വീണ്ടും ജനവിധി തേടുമ്പോൾ 3ാം ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി വാരണാസിയിലുള്ളത്.
എന്തായാലും വലിയൊരു പരിപാടി തന്നെയാണ് ഇതിലൂടെ BJP ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം നേരിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ പത്രികാ സമർപ്പണത്തിനായി എത്തിയതെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഗംഗാനദിയിൽ സ്നാനം നടത്തി അസിഘട്ട് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ പത്രിക സമർപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് അസിഘട്ട് സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് എത്തിച്ചേർന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി വാരണാസിയിൽ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. മൂന്നാം തവണയും പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുകയാണ്. തുളസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് മൂന്നാം തവണയാണ് വാരാണസിയിൽ നിന്നും ജനവിധി തേടുന്നത് നരേന്ദ്രമോദി. ഗംഗാ നദിയിൽ സ്നാനം നടത്തി അസിഘട്ട് സന്ദർശിച്ചതിന് പിന്നാലെയാണ് മോദി വാരാണസിയിലേക്ക് തിരിച്ചത്. അവിടെ നിന്നും യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർക്കൊപ്പം വരണാധികാരിക്ക് പത്രിക സമർപ്പിക്കുകയായിരുന്നു. വിവരങ്ങളാണ് KC ഉണ്ണികൃഷ്ണൻ നൽകിയത്. വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരത്തിൽ ട്രാൻസ്ഫോമറിലിടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്തു മരിച്ചു. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുവരികയായിരുന്ന നാദാപുരം സ്വദേശി സുലോചനയ്ക്കാണ് ദാരുണാന്ത്യം